യൂട്യൂബിലേക്ക് സ്വാഗതം. കോടതി നടപടികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ചാനലിൽ മുമ്പ് ഇടയ്ക്ക് ഉൾപ്പെടുത്തിയിരുന്നു. കറണ്ട് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ കൂടുതൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അത്തരം വീഡിയോകൾ ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഇനി തുടർച്ചയായിട്ട് തന്നെ കോടതി വിധികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള എപ്പിസോഡുകൾ ഉണ്ടാകും. ചില സബ്സ്ക്രൈബേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പ്രധാനമായും സമൻസ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. കോടതിയിൽ നിന്നും സമൻസ് വന്നാൽ നമുക്ക് ഹാജരായില്ലെങ്കിൽ എന്ത് നടപടി ഉണ്ടാകും എന്നതൊക്കെ സംബന്ധിച്ച വിവരങ്ങളാണ് പലരും സംശയമായി ചോദിച്ചത്. ഇന്ന് എന്താണ് സമൻസ്, സമൻസിൻ്റെ രീതി എന്തൊക്കെയാണ്, അത് എങ്ങനെ നടത്താം, അത് കൈപ്പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആർക്കൊക്കെ സമൻസ് കൈപ്പറ്റാം എന്ന വിവരമാണ്. ആദ്യം അറിയുക എന്താണ് സമൻസ്. സമൻസ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി കക്ഷികളെയോ അല്ലെങ്കിൽ സാക്ഷികളെയോ അറിയിക്കുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് സമൻസ് എന്ന് പറയുന്നത്. കോടതിയിൽ നിന്നുള്ള അറിയിപ്പ് എന്നുള്ള നിലയിൽ അതിനെ സമൻസ് എന്ന് പറയും. ഇത് സിവിൽ കേസുകൾക്കും സമൻസ് വരാം, ക്രിമിനൽ കേസുകൾക്കും സമൻസ് വരാം. അപ്പോൾ ഇത് ആദ്യം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനെ വേണ്ടി നമുക്കൊരു സമൻസ് തരുമ്പോൾ ആ സമൻസിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ, കേസിൻ്റെ നമ്പർ, കേസിൻ്റെ വിശദ വിവരങ്ങൾ ഒക്കെ ഏകദേശം നമുക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പും നമുക്ക് കോടതിയിൽ നിന്നും എടുക്കാവുന്നതാണ്. ഈ നോട്ടീസ് നൽകുമ്പോൾ പ്രധാനമായും കോടതി ശ്രദ്ധിക്കുന്നത് ഒരാളിന് ഈ നോട്ടീസ് ലഭിച്ചാൽ കോടതിയിൽ ഹാജരാകുന്നതിന് മതിയായ സമയം നൽകണം എന്നുള്ളതാണ്. മതിയായ സമയം എന്ന് പറഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒന്നുമല്ല. ഒരു മിനിമം ഒരു 7 ദിവസത്തിന് മുമ്പായി തന്നെ നമുക്ക് നോട്ടീസ് കിട്ടും, ഈ സമൻസ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാജരാകാം. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്കാര്യം രേഖാമൂലം അറിയിക്കുകയോ അഭിഭാഷകൻ മുഖേന നമുക്ക് അറിയിക്കുകയോ ചെയ്യാം. ഈ സമൻസിനകത്ത് ഏത് ദിവസമാണ് ഹാജരാകാൻ ഉള്ളത് എന്ന് വ്യക്തമായും നമുക്ക് അറിയാൻ സമൻസിൽ നിന്ന് തന്നെ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസ് നമ്പരും എതിർകക്ഷിയുടെ പേരും ഒക്കെ നമുക്ക് ഏകദേശം അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. 7 ദിവസം എന്നുള്ളത് യുക്തിപരമായി കോടതിക്ക് ചിലപ്പോൾ നീട്ടാം. കാരണം അത് കോടതിക്ക് തന്നെ ബോധ്യമാകുന്ന പക്ഷം 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാൻ കഴിയാത്ത ഒരു സാഹചര്യം കക്ഷിക്കുണ്ടെന്നുള്ള നിഗമനത്തിൽ കോടതിക്ക് ആ ദിവസം നീട്ടുകയും ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്തെ കോടതികളിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ കോടതികളിൽ നിന്നും അവിടെ ഹാജരാകാനുള്ള സമൻസും അവർ ഇഷ്യൂ ചെയ്യുന്നത്, കക്ഷികൾക്ക് കൊടുക്കുന്നത്, അത് ഇവിടെയുള്ള കോടതി മുഖേന ആയിരിക്കുമെന്നും കൂടി അറിഞ്ഞിരിക്കുക. അത് ഇവിടുത്തെ കോടതിയിലേക്ക് കൊടുക്കുകയും ഈ കോടതിയിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് നേരിട്ട് നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് തപാലിൽ അയക്കുകയോ ചെയ്യും. അത് ഈ കോടതികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യാവുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി വേറൊന്ന്, ഈ സമൻസ് ഈ കക്ഷികൾക്ക് മാത്രമല്ല, ഈ സാക്ഷികൾക്കും സമൻസ് വരും. കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയാണ്. കോടതിയുടെ മുമ്പാകെ ഹാജരാകാൻ സമൻസ് വരാം. കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരാകാൻ സമൻസ് നമുക്ക് വരികയും ചെയ്യാം എന്നുള്ളതും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. സമൻസ് വരുമ്പോൾ നമുക്ക് കോടതിയുടെ സീലുണ്ടോ, ഡേറ്റ് ഉണ്ടോ, കൃത്യമായ വിവരങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഒപ്പിട്ട് വാങ്ങാം എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് സാധാരണ നിലയിൽ ഇത് നമുക്ക് സർവ് ചെയ്യാൻ വരുന്നത് ഒരു കോർട്ട് ഓഫീസറാണ്. സർവിങ് ഓഫീസർ എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. ശിപായി ആയിരിക്കും നേരിട്ട് ഇത് നമുക്ക് നൽകാൻ വരുന്നത്. യുക്തമെങ്കിൽ കോടതി രജിസ്റ്റേർഡ് തപാലിലും നമുക്ക് അവൈലബിൾ അഡ്രസ്സ്, നമുക്കെതിരെ ഒരു പെറ്റീഷൻ ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നൽകുന്ന അഡ്രസ്സിലും ഇതുപോലെ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വരികയും ചെയ്യാം. ഇങ്ങനെ ഒരു സമൻസ് ഒരു കക്ഷിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടിയാണോ സമൻസ് കോടതി ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് ഇത് നടത്തിയിട്ട് ശിപായി അത് മടക്കും. അത് മടക്കുമ്പോൾ അദ്ദേഹം ആ മടക്കുമ്പോൾ അതിനകത്ത് സമൻസ് നടത്തിയ തീയതി ഏതാണ്, ഏത് സ്ഥലത്ത് നടത്തി, ഏത് സമയത്ത് നടത്തി, ആർക്കാണ് ഇത് നടത്തിയ ആൾ, നടത്തിയ എന്ന് പറഞ്ഞാൽ ഈ നോട്ടീസ് കൈപ്പറ്റിയ, സമൻസ് കൈപ്പറ്റിയ ആളിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൈപ്പറ്റിയ ആളിന് മുൻ പരിചയമുണ്ടോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത് അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ഈ വ്യക്തി തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നുള്ള വിവരമെല്ലാം തന്നെ സമൻസിനകത്ത് റിട്ടേണിൽ റിപ്പോർട്ട് ചെയ്ത് ഈ
സമൻസ് ഇഷ്യൂ ചെയ്യുന്ന ശിപായി നൽകണം. ശിപായി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഇത് ഇഷ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോടതിയിൽ നിന്ന് മിക്കവാറും ശിപായിമാരാണ് അത് വരുന്നത് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊന്ന്, നിങ്ങൾ പ്രധാനമായും അറിയാനുള്ള ഒരു കാര്യം, നിങ്ങളിത് നിരസിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ സമൻ ഓഫീസറായ ഈ ശിപായി കൊണ്ടുവരുന്നു, നിങ്ങൾ നിരസിക്കുകയാണ്. ആദ്യം നിങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ, നിങ്ങൾ ഒപ്പിടാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും റെക്കോർഡ് ചെയ്ത് തിരിച്ച് അയക്കും. നിങ്ങളോട് പറയുകയും ചെയ്യും, നിങ്ങൾ ഒപ്പിട്ടിട്ടില്ല, ഞാൻ ഇത് തിരിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് കോടതിയിലേക്ക് മടക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പെറ്റീഷൻ്റെ പകർപ്പും മറ്റും കോടതിയിൽ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാം എന്ന് നിങ്ങളോട് അദ്ദേഹം പറയണം എന്നുള്ളതാണ് വ്യവസ്ഥ. അത് പറയുകയും ചെയ്യും. ഇനി നിങ്ങൾ വാങ്ങുന്നു, ഒപ്പിടുന്നില്ല, പക്ഷേ വാങ്ങുന്നുമില്ല ഒപ്പിടുന്നുമില്ല എന്നൊരവസ്ഥ ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ആണെങ്കിൽ കൊണ്ടുവരുന്ന ഈ ഉദ്യോഗസ്ഥന് അത് നിങ്ങളുടെ വീട്ടിൻ്റെ പുറം വാതിലിൽ പതിച്ച് നടത്താം എന്നുള്ളതാണ്. അത് പതിച്ച് നടത്തിയിട്ട് അദ്ദേഹത്തിന് ആ റിപ്പോർട്ട് തിരിച്ച് കോടതിയിൽ കൊടുക്കുകയും ചെയ്യാം. ഇനി നിങ്ങളവിടെ ഇല്ല എങ്കിലോ, ഈ ആരെയാണോ ഉദ്ദേശിച്ച് സമൻ അയക്കുന്നത് അത് അഡ്രസ് ടു ആരാണോ അദ്ദേഹം ഇല്ല എങ്കിൽ വീട്ടിലുള്ള ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്ക് ഇത് നൽകാം എന്നുള്ളത് കൃത്യമായും വകുപ്പിനകത്ത് പറയുന്നുണ്ട്. പ്രായപൂർത്തിയായ ആൾ കുടുംബാംഗം ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ആ കുടുംബാംഗത്തിന് ഈ സമൻസ് നടത്തി ഒപ്പിട്ട് വാങ്ങി ആ റിപ്പോർട്ടോടുകൂടി തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരാളിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഒപ്പിട്ട് വാങ്ങാൻ ഉള്ള ഒരു അധികാരപത്രം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരു വട്ടം വന്നിട്ട് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ആളെ കണ്ടില്ല എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ചുരുങ്ങിയൊരു ഷോർട്ട് ടൈം പീരീഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ എത്ര തവണ വന്നു, ഇല്ലെങ്കിൽ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാത്തത് കൊണ്ട് പതിച്ച് നടത്തി എന്ന് റിപ്പോർട്ട് ചെയ്ത് പോകണം. അല്ലാതെ ഒരു ദിവസം വന്നതുകൊണ്ട് അപ്പം കണ്ടില്ല എന്ന് പറഞ്ഞ് പോകരുത്. സമയമുണ്ടെങ്കിൽ, കോടതിയിൽ ഹാജർ ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹം വീണ്ടും ഒരു ശ്രമം നടത്തണം. ഈ സമൻ വിതരണം ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥൻ വീണ്ടും ശ്രമം നടത്തണം. അങ്ങനെ നടത്തേണ്ടതുണ്ട്. അതിന് സമയം ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാം. എങ്കിൽ അദ്ദേഹം എത്ര തവണ ശ്രമിച്ചു, ആ ശ്രമിച്ച തീയതികൾ ഒക്കെ അദ്ദേഹത്തിന് എഴുതി തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ ഈ ബന്ധപ്പെട്ട സമൻ അഡ്രസ്സ് ചെയ്ത ആൾ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഇത് കൈപ്പറ്റാൻ വിസമ്മതിച്ചു, ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം എഴുതി റിപ്പോർട്ട് ചെയ്ത് പോവുകയും വേണം. ഫാമിലി മെമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം, അതിൽ വീട്ടു ജോലിക്കാരൻ ഉൾപ്പെടില്ല. വീട്ടു ജോലിക്കാരന് ഇത് കൊടുക്കാൻ വ്യവസ്ഥയും ഇല്ല. ഫാമിലി മെമ്പർ ആവുമ്പോൾ പ്രായപൂർത്തി ഉള്ള ആളായിരിക്കണം. അദ്ദേഹത്തിന് ഇതുപോലുള്ള സമൻ ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി ഉള്ള ഒരു അധികാരം നേരത്തെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുകയും വേണം. ചിലപ്പോൾ ഈ അധികാരപത്രം ഇല്ലാതെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നിങ്ങൾ അറിയാനുള്ള ഒറ്റ കാര്യം, ഈ അന്ധരായ ആളുകളുണ്ട്. അങ്ങനെ ഉള്ള ആളുകളോ ഇല്ലെങ്കിൽ അക്ഷരജ്ഞാനമൊന്നും ഇല്ലാത്ത ആളുകളോ ആണെങ്കിൽ അവരുടെ വിരൽ പതിച്ചും അക്നോളജ് ചെയ്യാം എന്നുള്ളതാണ്. സമൻ കൈപ്പറ്റി എന്ന് വിരൽ പതിച്ച് തന്നെ റിപ്പോർട്ട് കൊടുക്കാം. ഈ കണ്ണ് കാണാൻ കഴിയാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ, ഒപ്പിടാൻ കഴിയാത്ത ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുടെ വിരൽ പതിച്ച് ഇത് റിപ്പോർട്ടാക്കി തിരിച്ച് ഈ സമൻ ഓഫീസർ കോടതിയിലേക്ക് കൊടുക്കും. ഇനി നമ്മൾ വേറൊരാൾ ആണ് കൈപ്പറ്റിയെങ്കിൽ അയാൾ ഒപ്പം താമസിക്കുന്ന ആളാണോ പിരിയാത്ത ആളാണോ എന്നുള്ള ഒരു കാര്യം, അങ്ങനെയുള്ള വ്യക്തി തന്നെയാണോ എന്നും കൂടി വിലയിരുത്തും. ഒപ്പം ഈ ഓതറൈസേഷൻ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ നോട്ടീസ് വന്നാൽ ഒപ്പിട്ട് വാങ്ങാനുള്ള അധികാരം നൽകിയ വ്യക്തിയോ ആയിരിക്കുകയും വേണം. ഒന്നും കൂടി അവസാനം ഞാൻ നിങ്ങളോട് ചുരുക്കി പറയുന്നൊരു കാര്യം, ഇതുപോലെ കോടതിയിൽ നിന്നും സമൻസ് വന്നിട്ട് നിങ്ങളത് ഒപ്പിട്ട് വാങ്ങാതെ മുങ്ങി നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ അതിൽ നിന്നുള്ള കുറ്റവിമുക്തനൊന്നും ആവില്ല. കോടതി നിങ്ങൾക്ക് തരുന്നൊരു നിർദ്ദേശമാണ്, കോടതിയിൽ നിങ്ങൾ സാക്ഷിയായി ഹാജരാകണം എന്നുള്ളതാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും സാക്ഷിയായി അവിടെ ഹാജരാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത്
വാറണ്ടായി പരിഗണിക്കുമെന്നുള്ളതും കൂടിയൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഒരു നോട്ടീസ് കൈപ്പറ്റാതെ അതിൽ നിന്ന് മുങ്ങി നടന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന പല വ്യക്തികളും ഉണ്ട്. അടുത്ത കാലത്ത് ഒരു ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നൊരു കാര്യം കൂടി ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട ഓഫീസിൽ വന്ന ഒരു കക്ഷി പറഞ്ഞതാണ്, ഗൾഫുകാരനാണ്. അയാൾ ഭാര്യ വീട്ടിൽ വരുന്ന ഒരൊറ്റ നോട്ടീസും പൊട്ടിച്ചു നോക്കാറില്ല. വന്നതുപോലെ ഭർത്താവ് വരുമ്പോൾ നോക്കിക്കോട്ടെ എന്ന് കരുതി വർഷത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യം വരുന്ന ഭർത്താവിന് വേണ്ടി ഇതെല്ലാം കൂടി അവർ കെട്ടിപ്പൂട്ടി അലമാരിക്കുള്ളിൽ തള്ളും. പക്ഷേ അലമാരിയിൽ പലതും അത് നഷ്ടപ്പെടും. ഇയാൾ പിന്നീട് വന്നു കഴിഞ്ഞ് ചില കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് മുൻപ് വന്ന നോട്ടീസുകൾ അയാൾ കാണാതെ പോയതിൻ്റെ പ്രശ്നം അയാൾക്കുണ്ടാകുന്നത്. അത് ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും സംഭവിച്ചിട്ടുള്ളതാണ്. നോട്ടീസ് തുറന്നു നോക്കാതെ തന്നെ അവർ വലിയ ക്യാമന്മാരായി നടന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അവസാനത്തെ ഇൻഡാസ് വന്നു കഴിയുമ്പോൾ സർഫാസി പ്രകാരമുള്ള അവസാനത്തെ ഇൻഡാസും നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ചിലർ തന്നെ പത്രത്തിൽ അവരുടെ സർവേ നമ്പർ ഉൾപ്പെടെ അവരുടെ വീട് ജപ്തിക്കിട്ട കാര്യം, ലേലത്തിലിട്ട കാര്യം കാണുമ്പോഴാണ് പലരും ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ നിന്നുള്ള നോട്ടീസായാലും സമൻസ് ആയാലും മറ്റ് ഏത് സ്ഥാപനത്തിൽ നിന്നുള്ള നോട്ടീസുകൾ ആയാലും ബാങ്കിൽ നിന്നുള്ള നോട്ടീസായാലും നിങ്ങൾ കൈപ്പറ്റിയത് കൊണ്ട് നിങ്ങളുടെ തല വെട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് പറയാൻ എല്ലായിടത്തും അവസരമുണ്ട്. ഇപ്പോൾ സാക്ഷിയായിട്ട് നിങ്ങൾക്കൊരു സമൻസ് വന്ന കോടതിയിൽ ഹാജരായി നിങ്ങൾക്ക് അറിവുള്ള കാര്യം പറയണം. കോടതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായും പറയാം. അതോടുകൂടി നിങ്ങളുടെ വിഷയം കഴിഞ്ഞു. അല്ലാതെ സാക്ഷികളെ എന്നും അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കും എന്നൊന്നും കരുതണ്ട. സാക്ഷി തന്നെയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഏത് കാര്യത്തിനും നോട്ടീസ് വന്നാൽ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങണം. പുറംതിരിഞ്ഞ് നിന്ന് കളയരുത്. ഇല്ലെങ്കിൽ പതിച്ചു നടത്തും. അത് വാങ്ങിയതിന് തുല്യം തന്നെയാകും എന്ന് മനസ്സിലാക്കിയിരിക്കുക. കൈപ്പറ്റാത്തത് കൊണ്ടാണ് പതിച്ച് നടത്തിയത്. ദാറ്റ് മീൻസ് അത് സർവ്വഡ് എന്ന അസംഷനിൽ തന്നെ കോടതി മുന്നോട്ട് പോകും. റിപ്പോർട്ട് ഇത് സമൻസ് ഓഫീസർ ആ തരത്തിൽ റിപ്പോർട്ട് കൊടുക്കുക. ആൾ വിസമ്മതിച്ചുകൊണ്ട് പുറം വാതിലിൽ ഞാൻ ഒട്ടിച്ച് മടക്കുന്നു. അത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അക്സെപ്റ്റഡ്. കോടതി അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. തുടർ നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്യും എന്ന് ഓർത്തിരിക്കുക. എന്തായാലും ഇതുപോലുള്ള കോടതി നടപടികൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് തുടർന്നും എപ്പിസോഡുകൾ ഉണ്ടാകും. ഒരു അപേക്ഷ പ്രത്യേകിച്ച് മുൻ എപ്പിസോഡുകൾ പറയാറുണ്ടെങ്കിലും പറയുന്നു, ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ്. ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്താൽ സന്തോഷം. ലൈക്ക് ചെയ്യണം. പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.